ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, 2 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളക്. ഇനി ഇതെല്ലാം കഴുകിയിട്ട് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായി എരിഞ്ഞു വെക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെയൊക്കെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. സോഫ്റ്റ് ആകാൻ വേണ്ടി, ആ സവാളയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം, ആ പച്ചമണം മാറുന്നോടം വരെ. ഇനി അതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടാൻ, നല്ല ടേസ്റ്റ് കിട്ടുമേ. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ അടച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തി വേണം ഈ കറി തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു, ഞാനത് കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുക പുറത്ത്. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.